ഹായ്, ഇന്നത്തെ റെസിപ്പി മത്തനെ കൊണ്ടുണ്ടാക്കുന്നൊരു ലഡുവാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. അത്ര ടേസ്റ്റിയാണ്. ഒരു മത്തൻ എടുക്കുക. പഴുത്ത മത്തനാണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ മൂത്തതായിരിക്കണം. ഇതുപോലെ കട്ടാക്കി ഒരു ഭാഗം എടുക്കുക. നേർപകുതിയേ ആവശ്യമുള്ളൂ. എന്നിട്ട് അതിൻ്റെ നടുഭാഗവും തൊലിയും കളഞ്ഞെടുക്കുക. ഇനി നമുക്കിത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിന് ഇളം മത്തൻ എടുക്കരുത്, ടേസ്റ്റ് ഉണ്ടാവുകയില്ല. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുത്ത് അത് ചൂടായാൽ 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിരകിയെടുത്ത മത്തൻ ഇട്ട് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കാം. ഇടയ്ക്ക് ഗീ ഒഴിച്ച് കൊടുക്കണം. എല്ലാം കൂടി 2 ടേബിൾ സ്പൂൺ ഗീയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി അതും ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ക്രഷാക്കി ഇതിട്ട് കൊടുക്കാം. എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്യണം, മറക്കരുത്. അതിൻ്റെ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണം. അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. പകുതി മത്തന് പകുതി തേങ്ങയുടെ ആവശ്യമേ ഉള്ളൂ. ഇതൊരു ഒട്ടുന്ന പാകമായാലും നിർത്താൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതൊക്കെ ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് കൂടുതൽ നല്ലത്. പത്തിരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. എല്ലാം കൂടി ഒരു ഒട്ടുന്ന പാകമായാലും നിർത്താൻ പാടുള്ളൂ. ഈ ചട്ടുകത്തിന് ഒട്ടിപ്പിടിക്കുന്നത് കാണുന്നില്ലേ? ഏകദേശം പാകമായി വരുന്നുണ്ട്. ഒരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കുന്നത് കാണുന്നതാണ്. അങ്ങനെ വളരെ ടേസ്റ്റിയും ഈസിയുമായ മത്തൻ ലഡു റെഡി ആയിട്ടുണ്ട്. അറിയാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾ ഷേപ്പിലാക്കി എടുക്കാം. അതിൻ്റെ മുകളിൽ മുന്തിരി കൂടി വെച്ച് കൊടുക്കാം.